നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് പാക്കും ഒരു ജെല്ല്. ആദ്യം നമുക്ക് മുഖത്തിന് നല്ലൊരു ഫേസ് മസാജ് കൊടുക്കാം. ഫേസ് മസാജ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതേ ഇൻഗ്രീഡിയൻസിക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലൊരു ഫേസ് മാസ്കും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ഫേസ് മസാജ് ചെയ്യുമ്പോൾ സ്കിന്നിന് നല്ലൊരു തിളക്കം കിട്ടും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഓയിൽ മസാജ് ചെയ്യാത്തവർ സ്കിന്നിൽ ആഴ്ചയിൽ ഒരു വട്ടോ രണ്ട് വട്ടെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഓയിൽ വെച്ചോ പാല് വെച്ചോ എന്താ പറയുക എന്ത് വെച്ചിട്ട് വെച്ചാലും ഓയിൽ മസാജ് ചെയ്യുക. നിങ്ങൾ അതൊന്നും താല്പര്യമില്ലാത്തവരാണെന്ന് വെച്ചാൽ പാക്ക് ഇടുന്നതിന് മുമ്പ് നമ്മൾ സോഫ്റ്റ് എന്തെങ്കിലും സാധനം എടുത്തിട്ട് ഒരു മസാജ് നമ്മൾ മുകളിലേക്ക് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. സ്കിൻ ഒന്ന് ടൈറ്റ് ആവും. എത്ര നമുക്ക് ഒരു പ്രായമാകുമ്പോൾ എന്തായാലും നമ്മുടെ മുഖം അതിൻ്റേതായ അത് കാണിക്കും. എന്നാലും കുറേയൊക്കെ നമ്മൾ സ്കിന്ന് ശ്രദ്ധിക്കുമ്പോൾ ആ ഒരു വ്യത്യാസം എന്തായാലും ഉണ്ടാവും കേട്ടോ. എൻ്റെ മുഖം നല്ലോണം പിഗ്മെൻറ്റേഷൻ വന്നതായിരുന്നു. ഇപ്പോൾ ഒരുവിധമൊക്കെ മാറ്റിയെടുത്തു. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാൽ മാറ്റിയെടുത്തത്. അപ്പോൾ ഞാൻ ചെയ്തിട്ട് എനിക്ക് മാറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണത് കേട്ടോ. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഫിൽറ്റർ ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ. ഞാൻ ഫിൽറ്റർ ഒന്നും ഇട്ടിട്ടില്ല. ഇതാ എൻ്റെ ഒറിജിനൽ കളറ്. ഞാൻ നല്ല വെളുത്തിട്ടൊന്നുമല്ല, ഇരുനിറ. നല്ലോണം കറുത്തിട്ടുമല്ല, നല്ലോണം വെളുത്തിട്ടുമല്ല, ഇരുനിറ കേട്ടോ. ഇതാണ് എൻ്റെ ഫേസ്. നിങ്ങൾ ഈ കാണണ ഫേസാണ് എൻ്റെ. അല്ലാണ്ട് ഞാൻ ഫിൽറ്റർ ഇട്ടിട്ടില്ല. കുറേ കമൻറ്റ് വന്ന് കിടക്കുന്നുണ്ട് ഫിൽറ്റർ ഇട്ടിക്കണോ ഇട്ടിക്കണമെന്ന്. അല്ല കേട്ടോ, ഫിൽറ്റർ ഇട്ടിട്ടില്ല. ഫിൽറ്റർ ഇട്ടിക്കുകയാണെന്ന് വെച്ചാൽ എൻ്റെ ഇവിടെ ഈ കറുപ്പ് കിടക്കണതൊന്നും ആ ഫിൽറ്ററിൽ നമുക്ക് നല്ല വെളുത്തതായിട്ടേ തോന്നുള്ളൂ. ഈ കറുപ്പൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഫിൽറ്റർ ഇടാത്തത് കൊണ്ടാണ് എൻ്റെ ഈ ഫേസിൻ്റെ ഇവിടത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നതും കണ്ണിനടിയിലൊക്കെ ഉള്ള ആ ഒരു ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മനസ്സിലാവുന്നത്. ഇതുപോലെയൊന്നും അല്ല എൻ്റെ മുഖം ഉണ്ടായിരുന്നു. നല്ലോണം പിഗ്മെൻറ്റേഷനും കണ്ണിനടിയിൽ ആ സർക്കിളൊക്കെ വന്നിട്ട് ഭയങ്കര കറുപ്പായിരുന്നു. ഞാൻ ഇവിടെ ഒരു ഫോട്ടോ വേണിച്ചിട്ട് കൊടുക്കുക. നിങ്ങളിതിന് മുമ്പും കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇഷ്ടം പോലെ ഫോട്ടോ ഇട്ട് കൊടുക്കാറുണ്ട്. 4 വർഷവും 5 വർഷവും 6 വർഷമൊക്കെ പഴക്കമുള്ളത്. അതൊക്കെ സ്കിന്ന് ശ്രദ്ധിക്കാത്തതുകൊണ്ട് അങ്ങനെ ആയതാ. ശരിക്കും ഞാൻ നേരത്തെ ഇങ്ങനത്തെ കളറല്ലായിരുന്നു. ഇതിനേക്കാളും കളർ ഉണ്ടായിരുന്നതാ. ഇവിടെ വന്നതിന് ശേഷം സ്കിന്ന് ശ്രദ്ധിക്കാത്തതുകൊണ്ട് എൻ്റെ സ്കിന്ന് ഇത്രയും പ്രശ്നം വന്നത് കേട്ടോ. അപ്പോൾ സ്കിന്ന് ശ്രദ്ധിക്കാത്ത ആൾക്കാരുടെ തീർച്ചയായും ഇത് കേൾക്ക് ചെയ്തിട്ട് നിങ്ങൾ സ്കിന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിക്കോ. നമ്മൾ സ്കിന്ന് മൊത്തം പോയിട്ട് പിന്നെ നമ്മൾ സ്കിൻ ക്ലിയർ ആക്കാൻ നിന്ന വർഷങ്ങളെടുക്കും ശരിയാവാൻ വേണ്ടിയിട്ട്. നമ്മൾ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണെന്നുള്ള കാര്യം ഞാൻ പറയണത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഒരു മസാജോ കൊടുക്കണം. നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കണം നോക്കിയിട്ട് വന്നാലോ. അതിന് മുന്നോടിയായിട്ട് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് ഇറങ്ങാണ്ട് എൻ്റെ പേര് ദീപ എന്നാണ്. നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്ക്. നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്നെ ഒന്ന്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വേറൊരു സഹായം, നിങ്ങൾ എല്ലാവരും കാണുമ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ ഈ ഫേസ് ആദ്യം ഒരു മസാജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെ ഇത് ഉണ്ടാക്കണം എന്നുള്ളത് നോക്കിയിട്ട് വരാം. ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് പാലാണ്. ഈ പാല് എന്തിനാണ് എടുത്തിരിക്കണമെന്ന് വെച്ച് പറഞ്ഞാൽ ഇത്ര എടുത്തിരിക്കുന്നത് നമുക്ക് ആദ്യം ഒരു ഫേസ് മസാജ് കൊടുക്കണം, പിന്നെ ഒരു ഫേസ് പാക്കും കൊടുക്കണം. അപ്പോൾ ഈ ഫേസ് മസാജ് ആദ്യം നമ്മൾ കൊടുത്തതിന് ശേഷം അതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഫേസ് മാസ്ക് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കാച്ചാത്ത പാലാണ് എടുത്തിരിക്കുന്നത്. കാച്ചാത്തോ പാല് നിങ്ങൾക്ക് എടുക്കുക. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് വാങ്ങിയ അലോവേര ജെല്ലാണ്. ഏതാണോ അലോവേര നിങ്ങളുടെ കയ്യിലുള്ള അതെടുക്കുക. നിങ്ങൾക്ക് വാങ്ങിയതോ അല്ലെങ്കിൽ എന്താ പറയുക വീട്ടിലെ പ്ലാന്റിൻ്റെയോ ഏത് വേണിച്ചാലും എടുക്കാം കേട്ടോ. നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് അലോവേര നമുക്ക് നല്ല സഹായമാണ്. അപ്പോൾ എൻ്റെ ലാസ്റ്റായി അലോവേര ജെല്ല് കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യം 1 സ്പൂണോളം അലോവേര ജെല്ലാണ് ഇതിലേക്ക് ആവശ്യം. അപ്പം ഞാൻ നേരത്തെ മുറിച്ച് വയ്ക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയ അലോവേര ജെല്ല് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 1 സ്പൂണോളം അലോവേര ജെല്ല് ഇട്ട് കൊടുത്തു. ഇനി ഇത് നമുക്ക് ഈ പാലും അലോവേര ജെല്ലും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം ഞാൻ ഈ പാലും അലോവേര ജെല്ലും കൂടി നല്ലപോലെ മിക്സ് ചെയ്യുകയാണ്. ഇതുണ്ടോ ഈ കിടക്കുന്നത്. അപ്പോൾ ഈ സൈഡിൽ കൂടെയൊക്കെ ഒലിച്ചിറങ്ങിയതൊക്കെ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്കാക്കി. നമുക്ക് ഇങ്ങനെ തന്നെ വേണ്ട, അല്ലാണ്ട് കൂടുതൽ അലോവേര ജെല്ലൊന്നും ആവശ്യമില്ല. ഇത്രയും മതി. ഇത് നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഭയങ്കര ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂളൊക്കെ പൊട്ടിച്ചൊഴിക്കാം. ഞാൻ ഒഴിക്കുന്നില്ല, കാരണം ഞാൻ പാല് കാച്ചാത്തതായതുകൊണ്ട് തന്നെ ഞാൻ അലോവേര ജെല്ലും പാലും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടാട്ടോ സ്കിന്നിന് മുഖത്തൊരു മസാജ് കൊടുക്കുന്നത്. ഇപ്പോൾ നല്ലപോലെ മിക്സായി നമുക്കൊരു മസാജ് കൊടുക്കും. അപ്പോൾ നിങ്ങൾ കണ്ടുല്ലോ, എല്ലാവരുടെ വീട്ടിലുള്ളതാണ് പാല്. ഇനി അലോവേര ജെല്ല് വാങ്ങിയതില്ല വെച്ചാൽ നമ്മുടെ വീട്ടിലെ പ്ലാന്റിൻ്റെ കുറച്ച് നേരത്തെ അത് മുറിച്ച് മഞ്ഞക്കറ കളഞ്ഞു വെക്കണം. ഞാൻ നേരത്തെ മുറിച്ച് വെക്കണം വിചാരിച്ചിട്ട് മറന്നു പോയതാണ്. രാവിലെ വിചാരിച്ചാൽ ഇതാണ് ഞാൻ ചെയ്യണമെന്നുള്ളത്, പക്ഷേ മുറിച്ച് വെക്കാൻ മറന്നുപോയി. പിന്നെ ഓർമ്മയുള്ള സമയത്തൊക്കെ നല്ല മഴയായിരുന്നു, അതുകൊണ്ടാട്ടോ. അപ്പോൾ വാങ്ങിയതാണെച്ചാലും മതി, വാങ്ങിയതില്ലിച്ചാൽ നമ്മുടെ വീട്ടിലുള്ളതാണെച്ചാലും മതി. സ്കിന്നൊന്ന് ക്ലെൻസ് ആവുകയും ചെയ്യും, സ്കിന്നിനൊരു മസാജും കിട്ടും. കുറച്ച് മതി നമുക്കിത് അലോവേര ജെല്ല് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അലോവേര ജെല്ലും പാലും കൂടിയുള്ള മിക്സ് നമ്മുടെ മുഖത്ത് ഒരു മസാജ് കൊടുക്കാം. എനിക്കറിയാമല്ലോ, പച്ചപ്പാൽ നമ്മൾ വെറുതെ സ്കിന്നിൽ മസാജ് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ നമ്മൾ ക്ലെൻസറായിട്ടോ ഒക്കെ നമ്മളൊരു ഫേഷ്യൽ ചെയ്യാന്ന് വെച്ചാൽ ക്ലെൻസിങ്ങിന് എന്താ എടുക്കുക, പാലല്ലേ അധികം കൊടുക്കുക. അപ്പോൾ അതുപോലെ നമുക്ക് നല്ലൊരു ക്ലെൻസും അതുപോലെ നല്ലൊരു മസാജും കൂടി കൊടുക്കാം.
ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ഇവിടെ വയ്ക്കട്ടെ. അപ്പോൾ നമുക്ക് 2 കൈക്കും കൂടി കുറച്ച് നമ്മുടെ കൈക്ക് ഒഴിച്ച് കൊടുക്കുക. പാലായതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ എടുക്കാൻ പറ്റില്ല, കുറച്ചെടുക്കുക. 2 കൈക്കും കൂടി ആക്കുക. അതിന് ശേഷം നമുക്ക് മസാജ് കൊടുക്കുക. മുകളിലേക്കായിട്ട് നമ്മൾ മസാജ് കൊടുക്കണേ. നമ്മൾ സ്കിൻ മസാജ് കൊടുക്കുമ്പോൾ 2 ഭാഗത്തും വരണ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടത്തെയും കണ്ടു ആ ഒരു വ്യത്യാസം. നിങ്ങൾക്ക് ഒരു സൈഡ് ചെയ്തിട്ട് നിങ്ങൾ മറ്റേ സൈഡ് ചെയ്യാതെ വെച്ചിരിക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ മസാജ് കൊടുക്കണതിൻ്റെ റിസൾട്ട് ഇങ്ങനെയാണ് എന്നുള്ളത് കേട്ടോ. സ്കിന്ന് നമ്മൾ മസാജ് ചെയ്യുന്നതോടും സ്കിന്നിനൊരു തിളക്കം കിട്ടും. മുഖത്ത് എപ്പോഴോ ഒരു കുരു വന്നതിൻ്റെ പാടാട്ടോ ഈ കിടക്കുന്നത്. കണ്ടോ 2 ഭാഗം തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ ഒരു നല്ലൊരു എന്താ പറയുക, ഒരു തിളക്കവും അതുപോലെ സ്കിന്നൊന്ന് ടൈറ്റായ പോലെ നമുക്ക് തോന്നണില്ലേ? ആ സ്ഥാനത്ത് ഇവിടെ അങ്ങനെയല്ല. അതാണ് രണ്ട് സൈഡും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ. വെറുതെ ഒരു മസാജ് ഞാൻ കൊടുത്തിരിക്കുക നമുക്ക് ഇത്ര റിസൾട്ട് കിട്ടണതേ. വലിച്ച് നമ്മുടെ ഈ ചെവിയുടെ അങ്ങോട്ട് കൊണ്ടുവരണം. ഞാൻ കുറച്ചുകൂടി പാലെടുക്കട്ടെ. അപ്പോൾ ഞാനിപ്പോൾ നല്ലൊരു മസാജ് കൊടുത്തു. ഇത്രയും മതി. നമുക്ക് നല്ലൊരു മസാജായി. ഇനി നമുക്ക് പാക്ക് ഉണ്ടാക്കാം. നമുക്ക് പാക്ക് ഇടാണല്ലോ, അപ്പം പാക്ക് ഉണ്ടാക്കട്ടെ. അതിന് വേണ്ടത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. മസാജ് കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ സ്കിന്നിന് നല്ലൊരു തിളക്കം വന്നു കേട്ടോ. ഇനി നമ്മുടെ ഈ പാല് അലോവേര നമ്മൾ മിക്സ് എടുത്തുല്ലോ, ഇത് ഞാൻ അപ്ലൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പാക്കിനും കൂടി വേണ്ടിയിട്ടുള്ളതാണ്. അതിലേക്ക് നമുക്ക് ഞാനിപ്പോൾ ഇവിടെ കൊട്ടി കൊടുക്കുന്നത് നമ്മുടെ റെഡ് ചന്ദനാണ്, രക്തചന്ദനം പറയില്ലേ, രക്തചന്ദനാണ് കേട്ടോ കൊട്ടി കൊടുത്തത്. അതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടി വേണം. അപ്പോൾ നമ്മുടെ മിക്സിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്ത രക്തചന്ദനം ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തു. ഇനി നിങ്ങൾക്ക് അരിപ്പൊടി നിങ്ങളുടെ സ്കിന്നിക്ക് ചേരുവാൻ വെച്ചാൽ അരിപ്പൊടി എടുക്കുക, അല്ലിച്ച കടലമാവ് എടുക്കുക. ഞാനിവിടെ കടലമാവാണ് എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ കടലമാവ് നമുക്കിത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്കത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഫേസ് മാസ്ക് ഇവിടെ റെഡിയായി. ഇപ്പോൾ നമ്മൾ ഫേസിൽ മസാജ് ചെയ്തത് നമ്മുടെ സ്കിന്നിലേക്ക് നല്ലപോലെ ഉണങ്ങിപ്പിടിച്ചു. കണ്ടോ, നല്ലപോലെ ഉണങ്ങിപ്പിടിച്ചു. ഇനി നമുക്ക് ഇത് മസാജ് ഫേസ് മാസ്ക്. ഇപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഫേസ് മാസ്ക് റെഡിയാക്കി കേട്ടോ. നമ്മുടെ കടലമാവ് നമ്മുടെ സ്കിന്നൊന്ന് നല്ലപോലെ ക്ലെൻസ് ചെയ്യാനും നല്ലപോലെ അഴുക്ക് കളയാനും എനിക്ക് എപ്പോഴും കടലമാവ് ഇടുമ്പോൾ സ്കിന്ന് നല്ലപോലെ വെളുത്തതായിട്ട് തോന്നാറുണ്ട്. ടാൻ പൂർണ്ണമായി മാറാറുണ്ട്. രക്തചന്ദനം പാടുകളൊക്കെ മാറി മുഖം വെളുക്കാൻ സഹായിക്കും. പാലും നമ്മുടെ എന്താ പറയുക അലോവേരയും നമ്മുടെ സ്കിന്നൊന്ന് വെളുക്കാനും തിളങ്ങാനും സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മുഖത്തിട്ട് കൊടുക്കാം. നല്ല കട്ടിക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം.
ഇപ്പോൾ നമ്മൾ അത്ര പാലെടുത്തിട്ട് കുറച്ച് അലോവേര ജെല്ല് നമ്മൾ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഒരു ഫേസ് മസാജ് കഴിഞ്ഞു. അതിന് ശേഷം അതിലേക്ക് തന്നെ നമ്മൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് നമ്മൾ നല്ലൊരു ഫേസ് മാസ്കും ഉണ്ടാക്കി. ഇത്രയേ വേണ്ടുള്ളൂ നമുക്ക്. ഇത് നമ്മൾ ഈ ചെയ്യണതിൻ്റെ ഒപ്പം കഴുത്തിലും കൂടി ചെയ്യണം. ഞാനിപ്പോൾ കഴുത്തിലൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും കഴുത്തിലും കൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാനിതാ മുഖത്ത് മൊത്തം ഇട്ട് കൊടുത്തു. നമുക്ക് ഇനി ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ഇത് നല്ലപോലെ നമ്മുടെ മുഖത്ത് പിടിക്കും. കഴുകിയിട്ട് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കാണാം. എത്ര ഇരുണ്ട മുഖമാണെച്ചാലും എത്ര ടാൻ അടിച്ച മുഖമാണെച്ചാലും ഉണ്ടല്ലോ, നിങ്ങളിതൊന്ന് ചെയ്യുകയും എവിടേക്കെങ്കിലും പോണ സമയത്ത് ചിലപ്പോൾ നമുക്ക് തന്നെ കണ്ണാടി നോക്കി ദേഷ്യം വരും. നമ്മുടെ മുഖം എപ്പോഴും നല്ല ക്ലിയർ ആയിരിക്കണത് പോണ ദിവസം നല്ല ഇരുണ്ടൊക്കെ ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾ ഇതുപോലെ പെട്ടെന്നൊരു മസാജ് കൊടുക്കുക. അതിന് ശേഷം ഈ പാക്ക് ഇടുക. സ്കിൻ നല്ലപോലെ വെളുക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം 20 മിനിറ്റ് കഴിഞ്ഞിട്ട്. ഇപ്പോൾ മുഖത്തിട്ടിട്ട് അങ്ങനെ ഒരു 10-25 മിനിറ്റ് ആയി കേട്ടോ. നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് കഴുകിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇതാ മുഖം കഴുകിയിട്ട് വന്നു കേട്ടോ. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും സ്കിന്നിൽ വന്ന മാറ്റം കേട്ടോ. സ്കിൻ നല്ല സോഫ്റ്റായി, സ്കിന്നിൽ നല്ലൊരു കളർ വന്നു, ഗ്ലോയും വന്നു, നല്ലൊരു വെളുപ്പ് വന്നു. അപ്പോൾ നമ്മളൊരു മസാജൊക്കെ കൊടുത്തതാണല്ലോ. അപ്പോൾ നമുക്ക് ഇതുപോലെ നിങ്ങൾ ഐസ് ഉണ്ടെന്നുണ്ട് വെച്ചാൽ നമ്മൾ ഐസ് വെച്ചിട്ടൊരു മസാജ് കൊടുക്കുക. നമ്മുടെ ഓപ്പൺ പോൾസ് എല്ലാം ഒന്ന് ക്ലോസ് ആവാൻ ഇത് നമ്മളെ സഹായിക്കും കേട്ടോ. ഇങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ നല്ലപോലെ ഐസ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മുഖത്തിന് ഉണ്ടല്ലോ നല്ലൊരു വ്യത്യാസം, കളറിനൊക്കെ ഒരു വ്യത്യാസം തോന്നുന്നുണ്ട്. ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതായിരിക്കും. അതുപോലെ തന്നെ മുഖത്ത് കുരു ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേട്ടോ. ഇപ്പോൾ മുഖത്ത് കുരു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെയുള്ള ടോണറുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ വെച്ചിട്ട്. ഞാൻ അങ്ങനെ എൻ്റെ മുഖത്ത് കുരു വരണതൊക്കെ നിന്നതായിരുന്നു. പിന്നെയും വന്നു. അപ്പോൾ ഞാനിപ്പോൾ പുതിയ ടോണറൊക്കെ ഉണ്ടാക്കി ഞാനിപ്പോൾ പിന്നെ അത് യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഈ ഐസ് ദിവസത്തിലൊരു തവണ ഞാൻ ഇതുപോലെ ഒരു ബൗളിലാണ് വയ്ക്കുക. എന്നിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം ആകുമ്പോൾ ഇങ്ങനെ ചെയ്തു. പിന്നെയും ഞാനിത് ഫ്രീസറിൽ വയ്ക്കും. 2-3 ദിവസം ഉപയോഗിച്ച് ഇത് കളയും, പിന്നെ വേറെ വയ്ക്കും. അങ്ങനെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഇത്രേ വേണ്ടുള്ളൂ. മുഖം നല്ലപോലെ ഒന്ന് തണുത്തു, സ്കിന്നിന് നല്ലൊരു ഗ്ലോ വന്നു. ഇനി നമ്മൾ മുഖം ഒന്ന് ഒപ്പിയെടുത്തതിന് ശേഷം ടോണർ യൂസ് ചെയ്യുക. ടോണർ യൂസ് കഴിഞ്ഞ ശേഷം സീറം അല്ല യൂസ് ചെയ്യുന്നത്, സീറം യൂസ് ചെയ്യുക. പിന്നെ നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം തീർച്ചയായും നമ്മൾ പാക്കറ്റ് കഴുകി കളഞ്ഞാൽ ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ സ്കിൻ ഇപ്പോൾ നല്ലപോലെ വെളുത്തു. നമ്മൾ നല്ലൊരു മസാജ് കൊടുത്തു, നല്ലപോലെ സ്കിൻ ക്ലെൻസായി. പാലായതുകൊണ്ട് തന്നെ നല്ലൊരു അലോവേരയും കൂടി ചേർത്തുകൊണ്ട് നല്ലപോലെ സ്കിന്നിൽ തിളക്കം വന്നു. ആ മസാജും കഴിഞ്ഞ് അത് തുടച്ച് കളയാതെ തന്നെ നമ്മൾ പാക്കും കൂടി ഇട്ടു. ഞാനൊരു 20 മിനിറ്റ് കൊണ്ട് 25 മിനിറ്റ് ഉണങ്ങണ വരെയൊക്കെ ഞാൻ ഇട്ടു. പിന്നെ അതിപ്പോൾ കഴുകിക്കളഞ്ഞ് നമ്മൾ ഐസ് വെച്ചിട്ടു ഒരു മസാജ് കൊടുത്തു. സ്കിൻ നല്ല കളർ വന്നു. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് എവിടേക്കെങ്കിലും പോണ സമയത്ത് നമ്മുടെ സ്കിന്നിന് നല്ല ടാൻ അടിച്ചിട്ടും നല്ല ഒരു ഉഷാറില്ലാതൊക്കെ ഇരിക്കേണ്ട വെച്ചാൽ, ഡള്ളായിട്ട് ഇരിക്കേണ്ട വെച്ചാൽ പെട്ടെന്ന് നമുക്ക് 20 മിനിറ്റ് കൊണ്ട് ഒരു മസാജ് കൊടുക്കുക. അതിന് ശേഷം 20 മിനിറ്റ് നമ്മൾ ഈ പാക്ക് ഇട്ട് കഴിഞ്ഞ് പറഞ്ഞാൽ സ്കിൻ നല്ലപോലെ വെളുക്കും. എനിക്ക് ഇത്രയും റിസൾട്ട് കിട്ടി. നിങ്ങൾക്ക് ഞാനിപ്പോൾ എന്താ പറയുക, നേരിട്ട് കാണിച്ചു തരില്ലേ ലൈവായിട്ട്. ഇതിൽ ഒരു ഇതുമില്ല. മുഖം കഴുകി വന്നിട്ട് ഞാൻ ഐസിൻ്റെ ഇതും കൂടി വെച്ചപ്പോൾ സ്കിന്നിന് ഒന്നും കൂടി ഒരു കളർ വന്ന പോലെ തോന്നി. അപ്പോൾ ഇത്രയും നിങ്ങൾ ചെയ്യുക, തീർച്ചയായും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. നിങ്ങളെല്ലാവരും ഇത് കണ്ട് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയെന്ന് കമൻറ്റ് വഴി അറിയിക്കുക. എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെല്ലൈക്കൺ ഉണ്ടല്ലോ, തീർച്ചയായും നിങ്ങളതൊന്ന് അമർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ ഞാൻ ഇനി ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. ബൈ.